മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നിശ്ചിതമായ ആയുസ്സുണ്ട്. ഈച്ചകൾക്കാണ് ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം ഉള്ളതെന്നും തിമിംഗലത്തിന് 200 വർഷം വരെയാണ് ആയുസ്സെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ ശരാശരി ആയുസ് ഏകദേശം 97 വർഷമാണ് എന്നാണ് പഠനങ്ങൾ നിർണയിച്ചിരിക്കുന്നത്. യുവത്വവും ആരോഗ്യവും നിലനിർത്തുവാനായി കോശങ്ങൾ എത്ര തവണ വിഭജിക്കപ്പെടാം എന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ കോശം 40 മുതൽ 60 തവണ വരെ മാത്രമേ പുനർനിർമ്മിക്കപ്പെടുകയുള്ളൂ. തുടർന്ന് വിഭജിക്കാൻ കഴിയാതെ വരികയും കോശങ്ങൾ നശിക്കുകയും ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നത്. അസ്ഥികൾ ദുർബലമാകുകയും പൊട്ടുകയും ഒക്കെ ചെയ്യുന്നു. നമ്മൾ പതുക്കെ ജീർണാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ പ്രായമാകുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത്. ബൈബിളിലെ ആവർത്തന പുസ്തകത്തിൽ അതിൻ്റെ അവസാന അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ മോശ മരണത്തിനായി നെബോയുടെ പർവ്വതത്തിൽ കയറുവാൻ ദൈവം കൽപ്പിച്ചു. മോശ 120 വർഷം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം 40 വർഷത്തെ കാലഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടു. മോശയുടെ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ അറിയാതെ മോശയുടെ ജനനത്തെപ്പറ്റി ഓർത്തു. ഒരു വലിയ ക്ഷാമകാലത്ത് ഫറോ രാജാവിനെയും ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും രക്ഷിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ നിയുക്ത പ്രധാനമന്ത്രിയായിരുന്നു ജോസഫ്. അങ്ങനെ രാജാവിൻ്റെ അനുമതിയോടെ ജോസഫ് തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും ആ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞ് ജോസഫ് മരിച്ചു. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഭരണത്തിൽ വന്നു. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ വളരുന്നത് കണ്ട് ഭയപ്പെട്ട് അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞിനെയും കൊന്നുകളയുവാൻ ജോലിക്കാരെയാക്കി. ഈ സമയത്താണ് മോശ ജനിക്കുന്നത്. അതായത് താൻ ജനിച്ചപ്പോഴേ തന്റെ മരണം വിധിക്കപ്പെട്ടിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ മരിച്ചത് രാജാവിൻ്റെ കൽപ്പന പ്രകാരമോ ശത്രുവിൻ്റെ പ്ലാൻ പ്രകാരമോ അല്ലായിരുന്നു, മറിച്ച് ദൈവവചനപ്രകാരം അടക്കം ചെയ്തുവെന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ മരണം ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. എൻ്റെ ആയുസ്സിൽ എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്ത നന്മ ഞാൻ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ധൈര്യം. കാരണം ദൈവമാണ് നമ്മുടെ ജീവന്റെ ഉടമ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ ശ്രദ്ധിക്കുക: 0988022195 7.